അച്ഛാ ഞങ്ങളൊന്ന് ഷോപ്പിങ്ങിന് വിട്ടു വരാം. ഇതിനെവിടെ കൊടുക്കുന്നുണ്ടോ? What? ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നൊരു സ്ത്രീ ഇങ്ങനെ വസ്ത്രം ധരിച്ച് പുറത്തു പോകാറില്ല. അച്ഛൻ്റെ കുടുംബത്തിൽ നിന്നാരും പോണ്ട. പക്ഷെ നിന്റെ ഭർത്താവിന്റെ കുടുംബത്തിലുള്ള സഞ്ജുവിനില്ലാത്ത കുഴപ്പം എന്തിനാണ് അച്ഛന്? സഞ്ജുവിന്റെ പ്രോപ്സ് പ്രോപ്സ് ഇല്ലേ? ചെറുതായിട്ടൊരു കുഴപ്പമോട് ഒന്നുമില്ല. ഒരു പെണ്ണുണ്ണി. ഞാനൊക്കെ എന്റെ ഭാര്യയെ വരച്ച വരയിൽ നിർത്തിയവനാ. വെറുതെ അല്ല അപ്പുറത്ത് ഗോപാലങ്ങളുടെ കൂടെ പോയത്. ഞങ്ങളുടെ കുടുംബത്തിലെ പെണ്ണുങ്ങളാരും മുഖത്തോക്ക് സംസാരിക്കാറില്ല ആണുങ്ങളുടെ. എന്താ അവരെ കൂമാളായിരുന്നോ ഈ സഞ്ജു? നോ അതൊക്കെ പോട്ട്. ഇവിടെ എനിക്ക് തിന്നാൻ വല്ലതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? ആ സ്വിഗ്ഗിന്ന് വരും. ആര്? സ്വിഗ്ഗി വിശക്കുമ്പോ അവര് കൊണ്ടു തരും. എനിക്ക് അതിനെ കണ്ടവന്മാര് കൊണ്ട് തരുന്ന ഫുഡൊന്നും വേണ്ട. നാടൻ പച്ചവെള്ളം കുടിച്ചോണ്ടിരിക്കും. കളിയാക്കുന്നറ. ഒന്നുമില്ല, ഞാൻ അച്ഛനല്ലേ. എന്റെ അമ്മൂമ്മയൊക്കെ എന്റെ അപ്പൂപ്പനെ കണ്ടാ പേടിച്ച് വിറയ്ക്കുമായിരുന്നു. റിയലി? അതെ, പക്ഷെ പുള്ളിക്ക് 16 മക്കളായിരുന്നു. വെറുതെ എല്ലാവരും പേടിച്ചത്. പോർ ഗ്രാൻഡ്മ. അപ്പുറത്തെ രാമുന്റെ മരുമോളുണ്ടല്ലേ, 5 മണിക്ക് സെറ്റ് സാരി കൊടുത്ത് അടുക്കളയിൽ കയറി അപ്പം ഉണ്ടാക്കി തരാൻ പറഞ്ഞാൽ അപ്പം ഉണ്ടാക്കി തരും. ഇവിടെ ഒരു തീർത്ത് അപ്പം ചോദിച്ചാൽ അവളെന്റെ അപ്പനെ വിളിക്കുന്ന അവസ്ഥ. ഓ ഐ വിൽ ഷോ. എന്താ ചെയ്യുന്നേ? ഓർഡർ ചെയ്ത ഫുഡ് ക്യാൻസൽ ചെയ്യാൻ പോകുന്നു. അതെനിക്ക് പള്ള കായുന്നുണ്ട്. രാമുന്റെ മരുമകളത്തോട് ചെല്ലും. അവൾ ഇപ്പൊ അപ്പം ഉണ്ടാക്കി തരും. അത് കഴിച്ചാൽ മതി. കോൺട്രി തന്ന പൊടി പോയത് കണ്ടോ? നീ ഒന്ന് മുണ്ടുമടക്കിയാ തീരാവുന്ന കേസേ ഉള്ളൂ. സഞ്ജു വി ആർ ലേറ്റ്. കമ്മിങ് ഹണി. മോളെ സ്നഗ്ഗി ക്യാൻസൽ ചെയ്യണ്ട. ചെയ്യും ഞാൻ. 4 മാസം കാണിക്കണ്ടായിരുന്നു. ഇതെന്തു ഈ പണിയുന്നു? പണിഞ്ഞു തുടങ്ങിയപ്പോ വീടായിരുന്നു, ഇപ്പൊ കൺവെൻഷൻ സെന്ററാ. എന്നിട്ട് ഇത് അമ്പലം പോലെ ഉണ്ടല്ലോ. ശരിയാണല്ലോ. ഓണറിന്റെ അടുത്തൊന്ന് സംസാരിച്ചു നോക്കാം. നീ പഠിച്ച എഞ്ചിനീയർ ആയത് തന്നെ. ഇങ്ങനെ പണിയിരാത്തൊരു സ്ഥലം ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് അടിക്കാം. വിളിക്കാം. എന്താടാ മുഖത്തൊരു കുണ്ഠിത ഭാവം? അവളുടെ വീട്ടിൽ ആലോചനകൾ വന്നു തുടങ്ങി. ഒരു തേപ്പിനുള്ള കോളല്ലേ അത്? ഡാഡാ അവക്ക് എന്നെ മതി. അവക്കൊക്കെ എന്തേലും മതി. ഡാഡാ നിന്നെയൊക്കെ വല്ലവന്മാരും തേച്ചിന്റെ അല്പം എന്റെ അടുത്ത് തീർക്കല്ലേ. ഇങ്ങനൊക്കെ തന്നെ എല്ലാത്തിന്റെയും തുടക്കം. ഇതൊരു ഹിന്റാണ്. ഹിന്റോ? ആദ്യം അവര് കല്യാണാലോചന വന്നെന്നും പറഞ്ഞ് തളർത്തും. പിന്നെ ഇവളെ ഫോട്ടോ കണ്ടപ്പോഴേ ചെറുക്കൻ കൂട്ടൊരു ഫ്ലാറ്റ്. പിന്നെ ചെക്കന് സർക്കാർ ഉദ്യോഗാണത്രേ. കുടുംബം സുരക്ഷിതം. പിന്നെ ഒരു റൈറ്റും ഉണ്ട്. എനിക്ക് പറ്റുന്നില്ല. അവിടെ അതെ, വെള്ളം അടിച്ചിട്ട് വെറുതെ പെണ്ണുങ്ങളെ പറ്റി വേണ്ടാതിനും പറയല്ലേ. അയ്യോ, പ്രേമമായ ഒന്നെങ്കിൽ ആണ് പറ്റിക്കും അല്ലെങ്കിൽ പെണ്ണ് പറ്റിക്കും. അതൊരു നാട്ടുകടപ്പ. അല്ലാതെ പെണ്ണുങ്ങളെ കുറ്റം പറഞ്ഞൊന്നുമില്ല. ഇതുവരെ എത്ര രൂപ പൊട്ടി? പ്രേമാകുമ്പം കുറച്ചൊക്കെ പൊട്ടുമല്ലോ. പൊട്ടും. ഈ പൊട്ട ഇപ്പോഴും ഐഫോൺ DMI അടച്ചോണ്ടിരിക്കുക. അവക്ക് വാങ്ങിച്ചു കൊടുത്ത ഇപ്പൊ പെണ്ണും ഇല്ല ഐഫോണും ഇല്ല. എന്റെ അവള് 2000 രൂപയുടെ മേക്കപ്പ് സെറ്റ് ഇടത്തോളം. എന്നിട്ട് നീ വാങ്ങിച്ചു കൊടുത്തോ? എടാ, ഇത് അവള് നിന്നെ തേച്ചെന്നുള്ള ക്രെഡിറ്റ് എടുക്കാനാ. അവക്ക് ആലോചനയെങ്കിൽ നാളെ നിനക്ക് കല്യാണം വിളിച്ചു പറയടാ. വിളിക്കവളെ വിളി. എടി ശങ്കരന്റെ മോളെ, നിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായടി. നിന്റെ കല്യാണാലോചന ഫണ്ണി അങ്ങ്. നിന്നെ ഞാൻ തേച്ച് വെക്കടി ഫോൺ. അവളുടെ ഒരു തിളപ്പ്. ക്രെഡിറ്റ് എനിക്ക് വേണം. ഒരിക്കലും പറയണം. കൊടുക്കടാ, രക്ഷപ്പെടട്ട്. എന്താ മോളെ? മാഷെ ക്ലച്ചിന്റെ ഹൈറ്റ് കുറവാണെന്ന് തോന്നുന്നു. ഒന്ന് സർവീസ് ചെയ്താൽ ശരിയാവും. പോൾ വാക്കറിന്റെ പെങ്ങളെ എല്ലാം അറിയാവക്ക്. മോളുടെ ഗീറടക്കം ശരിയല്ല. നമുക്കൊന്നുകൂടെ പഠിക്കാം. ആ കൈങ്ങട് അത് സെക്കൻഡ്. ഫസ്റ്റ് മാഷെ നമുക്കും കീറിടാനൊക്കെ ഉള്ള. എടാ, കൈലാസൻ ഡ്രൈവിംഗ് സ്കൂളിൽ എല്ലാം ക്ലിയർ ആക്കി തന്നിട്ടേ വിടത്തോളൂ. മാഷേ, എനിക്ക് നാളെ ടെസ്റ്റാ. ഓ, മോളൊന്ന് ബാക്കിലോട്ട്. നീ ഇങ്ങോട്ട് വാടാ. മാഷേ, ഈ തിരുവനന്തപുരം വരെ പോവാനേ എത്ര കിലോമീറ്റർ കാണും? ഒരു 64 കിലോമീറ്റർ ഉണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ടോ? കൂടുമല്ലേ? അപ്പൊ അവിടെ ചെന്നിട്ട് നേരത്തെ ഇറങ്ങണം. എന്റെ പൊന്ന് കനകരാജ, നീ ടെസ്റ്റിലെ സംശയം ചോദിക്കി. മാഷെ, അപ്പൊ നാളെ ടെസ്റ്റിന് പോലീസുകാരാണോ? അയ്യോ, അവരെന്നെ എന്തെങ്കിലും ചെയ്യോ? അറസ്റ്റ് ചെയ്യും. അയ്യോ, എന്തിന്? എന്റെ പൊന്നെ ഇറങ്ങടാ. നീ ഒരു ടെസ്റ്റിന് തോക്കണം, എന്നാലേ നീ പഠിക്കും. സുമിത്ത് വാ. സുന്ദരനെ വീട്ടിലെ എണ്ണടിയൊക്കെ കൊള്ളാം. സീറ്റ് ബെൽറ്റ് ഇടാ. ഒന്നും ഇല്ലല്ലോ അങ്ങോട്ട് ഓരോന്ന് വന്നോളൂ. മാഷെ, എനിക്ക് വണ്ടി ഓട്ടിക്കാൻ അറിയാം, അത് പേടിക്കണ്ട. പിന്നെ ഈ റോഡ് ടെസ്റ്റിന് പോകുമ്പോ അവരെന്തോ കാണിക്കണ്ടേ? എന്താ അത്? കൊഞ്ഞണം കുത്തി കാണിക്കണോ പോലീസുകാരനെ? മറന്നു ഹാൻഡ് സിഗ്നൽ. ഈ കൈ വെച്ചാ കീറട്ടെ. കുമാരാ, ഓ നിനക്ക് ലൈസൻസ് കിട്ടിയല്ലേടാ? പിന്നെ എന്താ തലിയ കയറിയിരിക്കുന്നു? മാഷെ, ലൈസൻസ് ഉണ്ടെങ്കിലും എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റൂല മാഷില്ലാണ്ട്. ഇന്ന് എന്റെ കൂടെ വർക്കല വരെ ഒന്ന് വരണം. വണ്ടി എടു ചവിട്ട്. അപ്പൊ നീയാ? ഞാൻ സ്റ്റിയറിംഗേ നോക്കത്തുള്ളൂ. മാഷൂണ് അവിടെ ആക്സിലേറ്റർ കൂട്ടാൻ. അങ്ങനെയല്ലേ ഞങ്ങളെ പഠിപ്പിച്ചേ.